മനുഷ്യക്കടത്ത് എന്ന രൂപത്തിൽ അവരുടെ മൊഴി വാങ്ങിയിട്ടുണ്ടോ എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ പോലും നൽകാത്തത്. ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വെറുതെ നേരത്തെ എന്താ പറഞ്ഞ് ഛത്തീസ്ഗഡിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ സഭാവേഷം ധരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തിനു വെറുതെ എന്നാണ് പറയണത്? വെറുതെ ഞാൻ കാര്യം പറഞ്ഞുതരാം. BJPക്ക് പറയാനുള്ളത് എന്താണ് സ്മൃതിഭായ്, ഇത് ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നല്ലോ. നിങ്ങൾ 2 മിനിറ്റ് വന്നാൽ അത് 2ാം തവണ 3ാം തവണ വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നോക്കൂ, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ, ദുർഗ് എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിൽ ബഹുമാനരായിട്ടുള്ള 2 കന്യാസ്ത്രീ ആളുകളും അതേപോലെ തന്നെ 3 പെൺകുട്ടികളും അതേപോലെ തന്നെ ഒരു അവരുടെ സഹോദരനും വരുന്നു. അവിടുത്തെ TT റെയിൽവേ കൃത്യമായിട്ട് അവർക്ക് പ്ലാറ്റ്ഫോമും ഇല്ല, ടിക്കറ്റും ഇല്ല അവരുടെ കയ്യിൽ. അന്വേഷിക്കുന്നു. സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ ടിക്കറ്റില്ല, അവരുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റും ഇല്ല, അവരുടെ കയ്യിൽ ആധാർ കാർഡില്ല, അവരുടെ കയ്യിൽ ഒരു രേഖകളുമില്ല. അവിടെ കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ആഗ്രയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ, ആശുപത്രി ജോലിയിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറയപ്പെടുന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ 2 കന്യാസ്ത്രീമാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവരെടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ 3 കുട്ടികളിൽ BJPക്കാരല്ലാട്ടെ, ഈ 3 കുട്ടികൾ എഴുതി വെച്ചോളൂ. ഈ 3 കുട്ടികളിൽ ഒരു കുട്ടി പറയുന്നു എൻ്റെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടൊരു നിയമപാലകർ അത് ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴി അവിടുന്ന് കൊടുക്കുമ്പോൾ ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ വീട്ടുപണിക്കാണ് കൊണ്ടുപോകുന്നത്, മറുവിഭാഗം പറയുന്നു ആശുപത്രി ജോലിക്കാണ് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം ഉണ്ടാകുമ്പോൾ നിയമപാലകരായിട്ടുള്ള പോലീസിനെ അവർ വിളിക്കുന്നു. പോലീസ് വരുന്നു. പോലീസ് അതിൽ മൊഴിയെടുക്കുന്നു. മൊഴിയെടുത്തതിൻ്റെ പേരിൽ മൊഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു. ഒരു കുട്ടി അത് സമ്മതത്തോടെയല്ല എന്ന് പറയപ്പെടുന്നു. ഇവരുടെ ഡീറ്റെയിൽ നോക്കുന്ന സമയത്ത് ആ നാട്ടിലത്തെ നാരായൺപൂർ എന്ന് പറയപ്പെടുന്ന ജില്ല, ആ ജില്ലയെക്കുറിച്ച് സ്മൃതിയായി അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അവിടെ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് അബുജ്മാട്ട് എന്ന് പറയപ്പെടുന്ന ഒരു നക്സൽ പ്രദേശം, 4000 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയുള്ള ഒരു വനാണത്. നക്സലുകളാണ്, ഒരാൾക്കാണ്ട് കിടക്കാൻ പറ്റില്ല. 2024 അങ്ങോട്ട് മാവോദികളും തമ്മിൽ എൻകൗണ്ടർ നടത്തി 10-35 പേരും മരിച്ച ഒരു സമയം. ആ സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് പ്രത്യേകിച്ച് രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നിന്ന് വരുന്ന ആളുകളാകുമ്പോൾ കൃത്യമായിട്ട് അവിടെ സ്കാനിങ് ഉണ്ട്. അത് ഏത് റെയിൽവേ സ്റ്റേഷനിലും ആ മേഖലയിലുണ്ട്. അവിടെ ഈ മാവോയിസ്റ്റുകളുള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അന്വേഷണം ഉണ്ടാവും. അവിടെ അന്വേഷണം ഉണ്ടാകുന്ന സമയത്ത് ആ പരസ്പര വിരുദ്ധമായ കാര്യം വന്ന സമയത്ത് അതിൻ്റെ അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുകയും FIR എടുക്കുകയും മജിസ്ട്രേറ്റ് കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ അതിൻ്റെ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടക്കണം. അതിൽ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് ബഹുമാനിക്കണം, അത് പരിഗണിക്കണം. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് മലയാളികളായിട്ടുള്ള 2 ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ അതിലുണ്ട് എന്നറിയുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ആ വിഷയവുമായി ഉന്നത ഓഫീസുമായി ബന്ധപ്പെടുന്നു. ആ അന്വേഷണം കൃത്യമാകണം, പെട്ടെന്നാകണം, ക്യുക്കാകണം. അത് നിങ്ങളൊരു വിഷയം, ഒരു പ്രയാസം പറയപ്പെടുന്നുണ്ട്, അത് കൃത്യമായി ഇടപെടുന്നു. അനൂപ് ആൻ്റണിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘത്തോട് അങ്ങോട്ട് പോകാൻ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ നിങ്ങളിത് അവതരിപ്പിക്കുന്നത് നോക്കിയാൽ ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊരു നിയമ രീതിയുണ്ട്, ഇതിനകത്തൊരു രാഷ്ട്രീയ രീതിയുണ്ട്, ഇതിനകത്തൊരു മുതലെടുപ്പുണ്ട്. എന്താണ് ഇതിനകത്ത് നിയമരീതി? നിയമപരമായിട്ട് അവരെടുത്തൊരു കേസ്, ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനെ വക്രീകരിച്ച് വർഗീയവാദം ഉണ്ടാക്കി അത് വലിയൊരു ക്രിസ്ത്യൻ BJP ഫൈറ്റായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുക. എന്തിൻ്റെ ആവശ്യം? ഒരു വിഷയം അവിടെ നടക്കുന്നു, ആ വിഷയത്തിനകത്ത് പോലീസ് FIR ഇടുന്നു, FIRൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു. ആ മേഖല, ഈ കുട്ടികൾ വന്ന മേഖല എന്താ അതിൻ്റെ പേര് അബുജ്മാട്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം ഭയങ്കര നക്സൽ ഏരിയ ആണെന്നത്. അവിടേക്ക് ആർക്കും കിടക്കാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരു ആംബുലൻസ് സർവീസും ആശുപത്രി സർവീസ്, വേറെ ആർക്കും കിടക്കാൻ പറ്റില്ല. സ്മൃതിക്കും എനിക്കൊന്നും കിടക്കാൻ പറ്റില്ല. ഞാനാണെങ്കിലും സ്മൃതിയാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും സന്യാസികളാണെങ്കിലും മുല്ലാക്കന്മാരാണെങ്കിലും പേപ്പറുകളില്ലാതെ അന്വേഷിക്കുന്ന സമയത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ആ കൊടുത്തത് സംശയാസ്പദമാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കേസെടുക്കും. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. അത് നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് ഈ വർഗീയവാദം വർഗീയവാദികൾ അഴിഞ്ഞാടുന്നതാണല്ലോ നമ്മുടെ വിഷയം. ഞാൻ ചോദിക്കട്ടെ. അതായത് ഈ വിഷയത്തിൽ താങ്കൾ പറയുന്നു, ഉല്ലാസ് ബാബു ചോദ്യം കേൾക്കൂ. താങ്കൾ ഈ ലഘൂകരിച്ച് പറയുന്ന കാര്യത്തെ ആശങ്കയോടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സഭാ നേതൃത്വവുമാണ്. ഇവിടെ വ്യത്യസ്ത സഭകളുണ്ടല്ലോ, പറയുന്ന കേൾക്കൂ. എല്ലാ സഭയിൽ നിന്നുള്ളവരും എല്ലാ സഭയിലെ ബിഷപ്പുമാരും വൈദികരും ആശങ്കയോടെ പറയുകയാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഛത്തീസ്ഗഡിൽ നിന്നും ഒരു വൈദികൻ ഇരിക്കാനിരുന്നതാണ്, അദ്ദേഹത്തിന് ഇരിക്കാൻ ഭയമാണ്.
പുറത്തേക്കിറങ്ങാൻ ഭയമാണ്. താങ്കൾ ഈ പറയുന്ന ലഘൂകരിച്ച വിഷയമല്ല അവിടെയുള്ളത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറയുന്നു ഈ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്ന ഒരു ഭീകര സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നു, പെൺകുട്ടികളുടെ സുരക്ഷ പ്രധാനമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ട്വീറ്റ്. താങ്കൾ പറയുന്നു ഈ പെൺകുട്ടികൾ വരുന്നത് അബുജ്മാൻ എന്ന നക്സൽ ബാധിത പ്രദേശമാണ്. നക്സലുകൾ ഉള്ള പ്രദേശത്തെ പെൺകുട്ടികൾക്ക് ജീവിക്കണ്ടേ? അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് തൊഴിലിന് പോയിക്കൂടെ? ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവർ പ്രായപൂർത്തിയായവരാണ്. ഒന്നാമത്തെ കാര്യം, 18 വയസ്സ് കഴിഞ്ഞവരാണ്. അവരവരുടെ ജോലിക്ക് പോകുമ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, കുടുംബത്തിന് സമ്മതപത്രം കൂടി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല പ്രായപൂർത്തിയായവർക്ക്. അതും കൂടി ആയിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഇനി ആധാർ കാർഡും രേഖകളും ചോദിക്കുന്നത് ആരാണ്? ഞാൻ ദൃശ്യങ്ങൾ തുടക്കത്തിൽ കാണിച്ചല്ലോ, ഒന്നുകൂടെ കാണാൻ വേണമെങ്കിൽ ഉല്ലാസ് ബാബുവിന് കാണിച്ചു തരാം. പോലീസ് ഒന്നുമല്ല, റെയിൽവേ പോലീസ്. ആരെയാണ് വിളിക്കുന്നത്? ബജ്രംഗ് ദൾ പ്രവർത്തകർ. ഒരു മിനിറ്റ്. ഛത്തീസ്ഗഡിൽ നിയമവാഴ്ച നടപ്പാക്കുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. അവരാരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ആരാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിയമവാഴ്ച നടപ്പാക്കാൻ? ആരാണവർ? അവരാരാണ് രേഖ ചോദിക്കാൻ? ഉല്ലാസ് ബാബു, ഇവിടെ ഗ്രഹാം സ്റ്റേനെ ചുട്ടുകൊന്നവരാണോ അവിടെ നിയമവാഴ്ച നടപ്പാക്കുന്നത്? ആരാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ? അവർക്കാരാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്? എന്ത് നിയമവാഴ്ചയാണ് താങ്കൾ അവകാശപ്പെടുന്നത്? എത്ര വലിയ ഭീഷണി ബഹളൊക്കെ വെക്കണേ. ഞാൻ കാര്യം പറഞ്ഞുതരാത്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ ഓടിയിട്ടാലത് എനിക്ക് ഫീൽ ചെയ്യില്ല. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര വൈകാരികത. ചോദ്യത്തോടൊക്കെ ഓടിയിടുന്നതായിട്ടൊക്കെ തോന്നും, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളം മുഴുവനുള്ള സഭാ നേതൃത്വത്തിന്റെ പ്രതികരണം താങ്കൾക്ക് ഓടിയിടലായി തോന്നുന്നു. ഒരു കുഴപ്പമില്ല. താങ്കൾ മറുപടി പറയൂ. ബജ്രംഗ് ദൾ പ്രവർത്തകരാണോ നിയമവാഴ്ച നടപ്പാക്കുന്നത്? ഒരു ബജ്രംഗ് ദൾ പ്രവർത്തകർ നിയമവാഴ്ച നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെ നടപടി വേണം. സ്മൃതിയെ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയും ഒരു തരത്തിലും അനാവശ്യമായിട്ടുള്ള ഒരു വിഷയം നടപ്പിലാക്കുന്ന എന്തുട്ടാണ് നിങ്ങൾ ഇന്നലെ മുതൽ ഉണ്ടാക്കി തീർക്കുന്നത്? ഉണ്ടാക്കി തീർക്കുന്നു. രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലാണ് എന്നത് ഉണ്ടാക്കി തീർത്തതാണോ? രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലാണ്. അവർ ആരാണെന്നറിയാമോ? നിങ്ങൾ ഈ പറയുന്ന നക്സലുകൾ പ്രവർത്തിക്കുന്ന ഈ ഇടത്തെ സാധാരണക്കാരായ ആദിവാസികളായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്തു? അവരൊരു മെച്ചപ്പെട്ട ജീവിതത്തിന്, നല്ലൊരു ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നവരെ പിടിച്ച് തിരിച്ചുകൊണ്ടുപോവുകയാണ്. കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയത്. മനസ്സിലായോ? ഈ പറയുന്ന നിങ്ങളുടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പാവപ്പെട്ട രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ സേവന പാരമ്പര്യം ഒന്ന് വിശദീകരിക്കൂ. വിശദീകരിക്കൂ, കേൾക്കട്ടെ. എന്നൊന്ന് കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കൂ. ഞാനൊന്ന് പറയട്ടെ. എന്നോടൊന്നും ചൂടാവേണ്ട കാര്യമില്ല. ഞാനും നിങ്ങൾ തമ്മിൽ തർക്കവും വഴക്കൊന്നും ഇല്ലല്ലോ. അവർ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചാൽ കാര്യങ്ങൾ ഞാൻ വൃത്തിവെടുപ്പായിട്ട് പറഞ്ഞുതരാം. അല്ലാതെ എന്നോടൊന്നും ചൂടായിട്ട് ഒരു കാര്യമില്ല. എന്നോട് ചൂടാവേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. നമുക്ക് നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടി വെച്ച് പരസ്യം പഠിക്കാനാണെങ്കിൽ അത് കൈകാര്യം ചെയ്തു. പക്ഷെ എൻ്റെ അടുത്ത് പക്കട്ട് കയറിയിട്ട് കാരണം ഒരു കാര്യമില്ല. ഞാൻ കാര്യങ്ങൾ പറയാം. എന്റെ പാർട്ടി നിങ്ങൾ വിളിച്ചതാണ്. അല്ല, സമയം നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ചൊരു സമയമല്ല കളഞ്ഞ. നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ച സമയം കളഞ്ഞില്ല. മറുപടി പറയൂ. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിങ്ങൾ അടുത്ത ആളിലേക്ക് ഓടുക, രണ്ടാമത്തെ ആളിലേക്ക് ഓടുക, എന്ത് ആളിലേക്ക് ഓടുക. എൻ്റെ സഹ പാനലിസ്റ്റ് ആയിട്ടുള്ള ബഹുമാനനായിട്ടുള്ള അച്ഛനും ബഹുമാനനായിട്ടുള്ള സിസ്റ്ററും അതുപോലെ തന്നെ മറ്റ് എന്നെ കേൾക്കുന്ന ബഹുമാനനായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരും സ്മൃതി വലിയ ബഹളം തിക്കുന്നതിരക്കൊക്കെ വയ്ക്കുന്നത് അത് അവരുടെ ചാനലിൻ്റെ ഗുണം കിട്ടാൻ അതിൻ്റെ പരസ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഇവിടെ BJP ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങൾക്കോ എതിരായിട്ടുള്ളൊരു പ്രവർത്തനമില്ല. ഛത്തീസ്ഗഡിലെ നിയമവാഴ്ച കൃത്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യത്തിൽ അവിടെ പരസ്പര വിരുദ്ധമായിട്ടൊരു കാര്യം ഉണ്ടാവുകയും ഈ കുട്ടികൾ വന്ന പ്രദേശമെന്ന് പറയപ്പെടുന്നത് വളരെയധികം പ്രയാസങ്ങളുമായിട്ടുള്ള നക്സൽ സമൂഹമായതുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ചില കാര്യങ്ങളുണ്ടായി. അതിൻ്റെ നിയമപരമായ തീരുമാനമെടുത്തു. അതിൽ നിരപരാധിത്വമുണ്ട് എങ്കിൽ പരിപൂർണമായി കോടതി എടുത്ത തീരുമാനം. സ്മൃതി ഇത്ര വലിയ ഡയലോഗ് വീഴ്ചയില്ലേ? നിങ്ങൾ ആ കോടതിക്കെതിരെ ധൈര്യം ഉണ്ടെങ്കിൽ പറ. ആ കോടതി എടുത്ത തീരുമാനത്തിന് ആ ജഡ്ജിനെതിരെ ഒന്ന് പറഞ്ഞു നോക്കി. സ്മൃതി മിണ്ടൂല. നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം.
പോലാണ്. നിങ്ങൾ അവർ ജാമ്യാപേക്ഷ നൽകിയില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്? അവർ ജാമ്യാപേക്ഷ നൽകിയില്ലല്ലോ. ഈ നാടിനകത്ത് കേരളത്തിൽ ഈ വിത്ത് പാകണത് എന്തിനാണെന്ന് സ്മൃതി ആരാണ് വിത്ത് പാകുന്നത്? പിന്നാലെ കൂടി അല്ലല്ല, ഇവിടെ കേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയി ആക്രമിച്ചാൽ ശരിയാവില്ലെന്നേ. 2 ദിവസമായിട്ട് സ്മൃതി പരുത്തിക്കാട് കോൺഗ്രസിന് കൊയ്യാൻ വേണ്ടിയിട്ട് ഈ വർഗീയ വിത്ത് ഇങ്ങനെ ബതച്ചുകൊണ്ടിരിക്കല്ലേ. സഹോദരന്മാരോട് വളരെ കൃത്യമായി ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവരെ അപമാനിക്കല്ലേ വേണ്ടത്. ഉത്തരം പറയാം. പ്രവർത്തകരുടെ സേവനത്തെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇങ്ങനെ ചൂടാവേണ്ട ഒരു കാര്യമില്ല. ഒരു നാണവും ഇല്ലാതെ അത് ബിജെപിയുടെ നെഞ്ചത്ത് കെട്ടിവെക്കുക. അവിടെ ഇവിടെ ഇരിക്കുന്ന കാവടി എടുത്തിട്ട് ബിജെപിയുടെ ആടിയോളം പറഞ്ഞ ഞങ്ങൾക്ക് അത് നടന്ന നേരമില്ല. ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തോട് കൃത്യമായി പറയുന്നു, അവിടെ നടന്നത് 3 പെൺകുട്ടികളും ഒരു സഹോദരനും 2 ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചു, പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കം ചോദിച്ചു, അവരുടെ അടുത്തില്ല. ഈ കുട്ടികൾ വരുന്ന പ്രദേശം മാവോയിസ്റ്റ് പ്രദേശമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അതിനു മുൻപ് നടന്ന പല പ്രശ്നങ്ങളും അവിടെയുണ്ട്, സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുട്ടികൾ പറഞ്ഞപ്പോൾ അതിലൊരു കുട്ടി കൃത്യമായി പറയുന്നു, എന്റെ സമ്മതമില്ലാതെയാണ് പറഞ്ഞത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അന്വേഷണം നടക്കുന്നു. അത്രത്തോളം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം നിങ്ങളിൽ നിന്നും അകലുകയാണ്. നിങ്ങളിട്ട പാലം തകർന്നിരിക്കുന്നു ഉല്ലാസ് ബാബു. നിങ്ങളിട്ടിരിക്കുന്ന പാലം തകർന്നിരിക്കുന്നു ഉല്ലാസ് ബാബു. അതിന്റെ വേവലാതി ഒച്ചയിട്ടിട്ട് കാര്യമില്ല. ഒച്ചയിട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ ഉദ്ദേശം, ഈ തട്ടിപ്പ് നടക്കില്ല സ്മൃതിയെ. നമ്മൾ തട്ടിപ്പല്ലല്ലോ ചർച്ച ചെയ്തത്. 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നതാണല്ലോ ചർച്ച ചെയ്തത്. ഇവിടെ തട്ടിപ്പ് ചർച്ച ചെയ്യാനല്ല. ഇവിടെ തട്ടിപ്പ് ചർച്ച ചെയ്യാനല്ല. സഭാകർത്താവും കന്യാസ്ത്രീയും CPM തട്ടിപ്പ് ചർച്ച ചെയ്യാനല്ല. ഒരു കാര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിമിതിപ്പെടുത്തേണ്ടതോ അന്വേഷിക്കേണ്ടതോ ഉണ്ടായ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും. സ്മൃതി അതിനെ വക്രീകരിക്കുന്നു, വർഗീയവൽക്കരിക്കുന്നു, അതിനെ ബിജെപി വേഴ്സസ് ക്രിസ്ത്യൻ എന്ന് പറയപ്പെടുന്ന നറേറ്റീവ് സൃഷ്ടിക്കുന്നു. സ്മൃതിക്ക് എന്താ അതിനകത്ത് ഉദ്ദേശം? കോൺഗ്രസിന് കൊയ്യാൻ വേണ്ടി വിത്ത് വാങ്ങി കൊടുക്കാൻ നിങ്ങൾ CPM-ന് കൊയ്യാൻ പറ്റില്ലേ? CPM-ന് കൊയ്യാൻ പറ്റില്ലേ? ഇന്ന് ഇടതുപക്ഷ എംപിമാരാണല്ലോ പാർലമെന്റ് മുന്നിൽ പ്രതിഷേധിച്ചത്. അവർക്ക് കൊയ്യാൻ പറ്റില്ലേ? കോൺഗ്രസിന് കൊയ്യാന്ന് പറയുന്നത് അല്ലല്ല. ഉല്ലാസ് ബാബു, എന്താണ് ആ പ്രശ്നം? ഇവിടെ ഇരിക്കുന്ന CPM-യുടെ MP അല്ലേ? CPM-യുടെ MP അല്ലേ? ഇടതുപക്ഷ എംപിമാരല്ലേ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചത്? ഇടതുപക്ഷ എംപിമാരുടെ പ്രതികരണമല്ലേ ആദ്യം ശക്തമായി ഉയർന്നത്? അതെന്താ അവർക്ക് കൊയ്യണ്ടേ? താങ്കൾക്ക് ഒരു കോൺഗ്രസ് കൊയ്യലിനിടയ്ക്ക് ശരി. ഞാൻ ചർച്ചയിൽ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉല്ലാസ് ബാബു ഒന്ന് കേൾക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്ന് പോവുകയാണ്. Debate with Smriti Parittikad.